ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റിലെ ചാപ്റ്റർ 5.3 പ്ലാനിങ് എന്ന സെക്ഷനാണ്. പ്ലാനിങ് നമ്മൾ കംപ്ലീറ്റ് എടുക്കുന്നില്ല, പ്ലാനിങ്ങിന്റെ പാർട്ട് 1 ആണ് നമ്മൾ എടുക്കുന്നത്. സോ ചാപ്റ്റർ 5.3 പ്ലാനിങ് പാർട്ട് 1. അപ്പോൾ നമ്മൾ പ്ലാനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാവരും പ്ലാനിങ്സ് ഉള്ള ആൾക്കാരാണ്. ഈ പ്ലാനിങ് എന്ന വേർഡ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. കാരണം എന്തുകൊണ്ടാ, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഈ പ്ലാനിങ് ഉണ്ട്. നാളെ എന്തായി തീരണം, നാളത്തെ ദിവസം എന്താവണം, അടുത്ത വർഷം എങ്ങനെയാവണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയാവണം, നമ്മൾ എന്തു പഠിക്കണം, എല്ലാ കാര്യത്തെ പറ്റിയും നമ്മുടെ മനസ്സിൽ നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ പ്ലാനിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മുഴുവനും നമ്മൾ ഈ ഗോളിന്റെ പിന്നാലെ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ ഈ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസിന്റെ കേസ് പറയുകയാണെങ്കിലും, ബിസിനസ്സിനും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനും അവർക്കും ഒരു പർട്ടിക്കുലർ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ബിസിനസ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടതാ അല്ലെങ്കിൽ അതിനോട് മാച്ചായി നിൽക്കുന്ന പ്ലാനിങ്സ് അവർ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലാനിങ്സിലൂടെ അവർ ട്രാവൽ ചെയ്ത് അവർ ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ എന്താണോ പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ്, അത് തന്നെയാണ് ബിസിനസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും പ്ലാനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത് നോക്കാം. പ്ലാനിങ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഏത് മാനേജ്മെന്റിന്റെ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്ലാനിങ് ഈസ് ആൻ ആക്ടിവിറ്റി ബൈ വിച്ച് managers analyze the present condition to determine the ways of reaching a desired future state. അതായത് പ്ലാനിങ്ങിൽ എന്താണ് ചെയ്യുന്നത്, മാനേജേഴ്സ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് അവർ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. അങ്ങനെ അനലൈസ് ചെയ്ത് അവരുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് പ്ലാൻസ് സെറ്റ് ചെയ്യുന്നു. ആ പ്ലാൻസ് സെറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ പ്ലാനിങ് ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ബൈ വിച്ച് ദ മാനേജേഴ്സ് അനലൈസ് ദ പ്രസന്റ് കണ്ടീഷൻ ടു ഡിറ്റർമിൻ വേസ് ഓഫ് റീച്ചിങ് എ ഡിസൈർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്. ഇനി പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് ആൻ ഓർഗനൈസേഷണൽ നെസസിറ്റി ആൻഡ് എ മാനേജേരിയൽ റെസ്പോൺസിബിലിറ്റി. ഇത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നെസസിറ്റി ആണ്, അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഇതൊരു മാനേജേരിയൽ റെസ്പോൺസിബിലിറ്റി ആണ്. മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ, ഇൻ ദ വേർഡ്സ് ഓഫ് ഡാൽട്ടൺ മക്ഫാർലാൻഡ്, പ്ലാനിങ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്ലാനിങ് എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ അപ്രോപ്രിയേറ്റ് ഗോൾസ്. എന്താണ് അപ്രോപ്രിയേറ്റ് ഗോൾസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യുക, അത് സെറ്റ് ചെയ്യുക. ആൻഡ് ടു പ്രിപ്പയർ ഫോർ അഡോപ്റ്റീവ് ആൻഡ് ഇന്നവേറ്റീവ് ചേഞ്ച്. അതിനുശേഷം ഇന്നവേറ്റീവായ ചേഞ്ചസിലൂടെ അല്ലെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ചേഞ്ചസിലൂടെ അല്ലെങ്കിൽ ഇന്നവേറ്റീവായ ചേഞ്ചസിലൂടെ നമ്മൾ ആ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് പ്ലാനിങ്. ഇനി ടെക്സ്റ്റിൽ ഒരുപാട് ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ ഡെഫിനിഷൻസ് ആയിട്ട് നോക്കാം. First, according to George Terry, planning is the foundation of the most successful action of all enterprises. എല്ലാ ഓർഗനൈസേഷന്റെയും എല്ലാ എന്റർപ്രൈസസിന്റെയും ഫൗണ്ടേഷൻ അഥവാ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ആണ്. സോ പ്ലാനിങ് is the foundation of most successful actions of all enterprises. Then, according to Dalton McFarland, planning is defined as the activity by which managers analyze the present conditions to determine the ways of reaching the desired future stage. It embodies the skills of anticipation, influencing and controlling the nature and direction of change. ഈ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് എന്താണ്, മാനേജർ പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ അത് അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്സ് അല്ലെങ്കിൽ എന്താ പറയുക മെത്തേഡ്സ് അദ്ദേഹം ഡിറ്റർമിൻ ചെയ്യുന്നു, അദ്ദേഹം തീരുമാനിക്കുന്നു. ഇനി പ്ലാനിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്? സ്കിൽ ഓഫ് ആന്റിസിപ്പേഷൻ, ഇൻഫ്ലുവൻസിങ് ആൻഡ് കൺട്രോളിംഗ് ദ നേച്ചർ
ആൻഡ് ഡിറക്ഷൻ ഓഫ് ചേഞ്ച്, ചേഞ്ചസിന് വേണ്ട ഡിറക്ഷൻ, ഇതെല്ലാം പ്ലാനിങ് എന്ന ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഡെഫിനിഷൻ ഓഫ് ഡാൽട്ടൺ മക്ഫർലാൻഡ്. ഇനി പ്ലാനിങ് ഇസ് ദ ഫങ്ഷൻ ദാറ്റ് ഡിറ്റർമിൻസ് ഇൻ അഡ്വാൻസ് വാട്ട് ഷുഡ് ബി ഡൺ. നമ്മള് ഭാവിയിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്ന കാര്യം നമ്മൾ മുന്നേ കൂട്ടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നു. ആ ആക്ടിവിറ്റിയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ പ്ലാനിങ് ഇസ് ദ ഫങ്ഷൻ ദാറ്റ് ഡിറ്റർമിൻസ് ഇൻ അഡ്വാൻസ് വാട്ട് ഷുഡ് ബി ഡൺ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നേരത്തെ കൂട്ടി, മുന്നേ കൂട്ടി നമ്മൾ തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെലക്ടിങ് ദ എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ്. ആ ബിസിനസ് ഓർഗനൈസേഷന്റെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യുക, പോളിസീസ് സെലക്ട് ചെയ്യുക, പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുക, പ്രൊസീജിയേഴ്സ് സെലക്ട് ചെയ്യുക, ആൻഡ് അതർ മീൻസ് ഓഫ് അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ മീൻസും, എല്ലാ മെത്തേഡ്സും, എല്ലാ വഴികളും സെലക്ട് ചെയ്യുക. ഈ ആക്ടിവിറ്റീസ് എല്ലാം പ്ലാനിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം? ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് പ്ലാനിങ് ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രൈമറി ഫങ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, ഏറ്റവും ബേസിക് ആയ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫങ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. When planning, the manager decides which of the alternatives should be followed, which policies, procedures, programs, projects, etc. should be followed, and so on would be set up. Okay. Planning എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ബേസിക് ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷനിൽ ഏതെല്ലാം ഓൾട്ടർനേറ്റീവ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതെല്ലാം പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രോഗ്രാംസ്, ഇത് ഏതെല്ലാമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആയിട്ടാണ് നമ്മൾ പ്ലാനിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പോയിന്റ്, പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ്. പ്ലാനിങ് എല്ലായ്പ്പോഴും ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ടാവും? ഒരു ഗോൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗോൾ ഇല്ലാണ്ട്, ഒരു പർട്ടിക്കുലർ എയിം ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും പ്ലാനിങ്സ് ചെയ്യാറില്ല. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയന്റഡ് ആയ ആക്ടിവിറ്റി ആണ്. അപ്പൊ അത് തന്നെയാണ് ബിസിനസിന്റെ കേസിലും. ബിസിനസ്സും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഗോൾ ഉണ്ടാവും. സാധാരണഗതിയിൽ ബിസിനസ് ആസ് എ ഹോൾ, ബിസിനസിന് മുഴുവനായിട്ട് ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടാവും. ആ അച്ചീവ് ചെയ്യാനുള്ള ഗോളിന്റെ ബേസ് ചെയ്തായിരിക്കും ഓർഗനൈസേഷൻ പ്ലാനിങ് നടത്തുക. ഓക്കെ. പ്ലാനിങ് ഈസ് എയിംഡ് അറ്റ് ഡിഫൈനിങ് ദ ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഡിസൈൻ അപ്രോപ്രിയേറ്റ് ആക്ഷൻ പ്ലാൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദീസ് ഗോൾസ്. ഇപ്പൊ പ്ലാനിങ്ങില് ഓർഗനൈസേഷൻ ആദ്യം ചെയ്യണത് ഓർഗനൈസേഷന്റെ ഗോൾ, ഓർഗനൈസേഷന്റെ എയിം എന്താണോ അത് ഡിഫൈൻ ചെയ്യുന്നു, അത് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ട പ്ലാനിങ്സ്, അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് ഏതൊക്കെയാണോ അത് ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്യുന്നു. സോ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾ ഓറിയന്റഡ് ആണ്. ദെൻ പ്ലാനിങ് ഈസ് ആൻ ഇന്റലക്ച്വൽ പ്രോസസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. ടെക്സ്റ്റിൽ പറയുന്നത്, ഇൻ ദ വേർഡ്സ് ഓഫ് തിയോ ഹേമാൻ, പ്ലാനിങ് റിക്വയർസ് എ മെന്റൽ പ്രീഡിസ്പോസിഷൻ ടു തിങ്ക് ബിഫോർ ആക്ടിങ്, ടു ആക്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ഫാക്ട്സ് റാദർ ദാൻ ഓഫ് ഗസ്സസ്, ആൻഡ് ജനറലി സ്പീക്കിംഗ് ടു ഡു തിങ്സ് ഇൻ ആൻ ഓർഡർലി വേ. അതായത് തിയോ ഹേമാന്റെ അഭിപ്രായത്തില് പ്ലാനിങ് റിക്വയർസ് എ മെന്റൽ പ്രീഡിസ്പോസിഷൻ. ദാറ്റ് ഈസ്, നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മുൻകരുതലാണ്. മാനസികമായി നമ്മൾ എടുക്കുന്ന ഒരു മുൻകരുതലിനെയാണ് നമ്മൾ ഈ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വി ആർ തിങ്കിങ് ബിഫോർ ആക്ടിങ്, ടു ആക്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ഫാക്ട്സ് റാദർ ദാൻ ഗസ്സസ്, ആൻഡ് ജനറലി സ്പീക്കിംഗ് ടു ഡു തിങ്സ് ഇൻ ആൻ ഓർഡർലി വേ. ദാറ്റ് ഈസ്, പ്ലാനിങ് ഈസ് ആൻ ഇന്റലക്ച്വൽ പ്രോസസ്. Then next point, fourth point is planning is pervasive. പ്ലാനിങ് എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് പ്ലാനിങ് ഇപ്പൊ നമ്മൾ വിചാരിക്കും ടോപ്പ് ലെവലിൽ മാത്രമേ പ്ലാനിങ് ഉള്ളൂ എന്ന്. അല്ല, ടോപ്പ് ലെവലിലുണ്ട്, മിഡ് ലെവലിലുണ്ട്, ലോവർ ലെവലിലുണ്ട്. എല്ലായിടത്തും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്ലാനിങ് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്.
Okay, planning is pervasive and embraces all segments and levels in the organization. So planning is a pervasive function. Then fifth point is planning is continuous function. നമുക്കറിയാം ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരൊരു പ്ലാൻ സെറ്റ് ചെയ്തു. ആ പ്ലാനിങ് അച്ചീവ് ചെയ്തതിനു ശേഷം അവരെന്ത് ചെയ്യും, അടുത്ത പ്ലാനിങ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലോങ് ടേം പ്ലാൻ ആണെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ആ പ്ലാൻ റിവ്യൂ ചെയ്യുന്നു. ദെൻ വേറെ മീൻസ് അതിനോടനുബന്ധിച്ച് വേറൊരു പ്ലാൻസ് ഉണ്ടാക്കുന്നു. അങ്ങനെ പ്ലാനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് പ്ലാനിങ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്. ടു കീപ് ദ ഓർഗനൈസേഷൻ ആസ് എ ഗോയിങ് കൺസേൺ, ഇറ്റ് ഈസ് എസെൻഷ്യലി ദാറ്റ് പ്ലാനിങ് മസ്റ്റ് ബി ഡൺ കണ്ടിന്യൂസ്ലി. കാരണം ബിസിനസ് ഇങ്ങനെ ഗോയിങ് കൺസേൺ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ ബിസിനസിനോടൊപ്പം തന്നെ നമ്മുടെ പ്ലാനിങ് ആക്ടിവിറ്റിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് കൂടെ പോവുകയാണ് ചെയ്യുന്നത്. ദെൻ പ്ലാനിങ് ഇൻവോൾവ്സ് ചോയ്സ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത കാര്യമാണ് എങ്കിൽ നമ്മൾ പിന്നെ അവിടെ പ്ലാനിങ്ങിന് കാര്യമായ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എന്തുകൊണ്ടാ, അവിടെ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും ഇല്ല, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ പിന്നെ നമ്മൾ ഏത് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലാനിങ് ആവശ്യമായിട്ട് വരുന്നത് എവിടെയാണ്, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉള്ള സമയത്താണ്. ഓക്കെ, പ്ലാനിങ് ഇൻവോൾവ്സ് ചോയ്സ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ്സ്. Planning involves choice among alternative courses of action. If there is only one course or one objective, policy, program or procedure, perhaps then there exists no need for planning. ഒറ്റൊരു സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ ഏത് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ അല്ല. Then next point is planning is concerned with accomplishment of group objective. ഇപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഓർഗനൈസേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ഓർഗനൈസേഷൻ പ്ലാനിങ്സ് സെറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഇൻഡിവിജ്വൽ ലെവലിൽ ആയിരിക്കത്തില്ല. ദാറ്റ് മീൻസ് ഓരോ ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടായിരിക്കില്ല അവർ പ്ലാൻസ് സെറ്റ് ചെയ്യുന്നത്. അവര് ഒന്നുകിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ഒരു പ്ലാൻ ആയിരിക്കും അവര് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, planning is thus aimed at setting group goals and organizational goals rather than concentrating on individual goals. Individual goalsന് ആയിരിക്കില്ല കൂടുതൽ ഇമ്പോർട്ടൻസ്, ഗ്രൂപ്പ് ഗോൾസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഗോൾസിന് ആയിരിക്കും. പ്ലാനിങ് ഈസ് ഫ്ലെക്സിബിൾ. പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആക്ടിവിറ്റി ആണ്. നമുക്കറിയാം നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്തു, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്ലാൻ വർക്ക്ഔട്ട് ആവില്ല എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്ലാൻ നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മുടെ ഒറിജിനൽ പ്ലാൻ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും പ്ലാനിങ് ഈസ് ഫ്ലെക്സിബിൾ. ഇനി പ്ലാൻ ഒരുപാട് ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ കൺസിസ്റ്റൻസി അഥവാ സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പൊ പ്ലാനിങ് ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല, പക്ഷെ അറ്റ് എ ടൈം പ്ലാനിങ് ഫ്ലെക്സിബിൾ ആണ് താനും. ഓക്കെ, പ്ലാനിങ് ഈസ് ഫ്ലെക്സിബിൾ. No plan is rigid. The future assumptions upon which the planning is based may force the manager to change the original plan. ചില കേസിൽ മാനേജേഴ്സിന് ഒറിജിനൽ പ്ലാൻ മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. So these are the features of planning. Next we are discussing about limitations of planning. Limitations of planning. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണ്? ഫസ്റ്റ് ലിമിറ്റേഷൻ ആണ് inaccuracy. നമുക്കറിയാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫോർകാസ്റ്റിന്റെ ബേസിലാണ്. യൂഷ്വലി നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് ഫോർകാസ്റ്റ്, ഭാവിയെ ബേസ് ചെയ്ത് ഫോർകാസ്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഈ പ്ലാനിങ്സ് എല്ലാം നടത്തുന്നത്. അപ്പൊ ഈ ഫോർകാസ്റ്റ് റോങ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ നമ്മുടെ പ്ലാനിങ്സ് ഇത് സംഭവിക്കും, തെറ്റായിരിക്കും. അതുകൊണ്ട് എല്ലാ പ്ലാനിങ്സും 100% ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. സോ ഇൻആക്യുറസി ഇതിന്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ ആണ്. Formulation of future plans on the basis of wrong forecast may not lead to the desired result. Next point ആണ് ടൈം കൺസ്യൂമിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി ആണ്. അതായത് പ്ലാൻ ചെയ്യണം, മീൻസ് അത് വർക്ക്ഔട്ട് ചെയ്യുക, അതിന് വേണ്ട ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി സ്റ്റഡി നടത്തുക, അതിൽ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക, ഇതെല്ലാം ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി ആണ്. പ്ലാനിങ് ഇൻവോൾവ്സ് ഡിറ്റർമിനേഷൻ ഓഫ് മേജർ ഗോൾസ് ടു ബി അച്ചീവ്ഡ്
It is time consuming and it involves energy, time, mobilization of different kind of resources. Planning എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ time consuming activity ആണ്. Then rigidity. Rigidity means flexibility ആണ് ഉദ്ദേശിക്കുന്നത്. Planning often gives some amount of rigidity to its policies, procedures, programs and methods. A balance between stability and flexibility in planning is to be maintained. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്. അല്പം നമ്മൾ പ്ലാനിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നമ്മൾ ചേഞ്ചസ് വരുത്താറുണ്ട്. അങ്ങനെ ഒത്തിരി ഫ്ലെക്സിബിൾ ആയാൽ എന്ത് സംഭവിക്കും? പ്ലാനിങ്ങിന്റെ സ്റ്റെബിലിറ്റി അഥവാ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് there should be a balance between stability and flexibility in planning ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് കോസ്റ്റ്ലി. പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലി ആണ്. ദാറ്റ് മീൻസ് ഇതാണ് പ്ലാനിങ് ഈസ് കോസ്റ്റ്ലി ബിക്കോസ് ഇറ്റ് റിക്വയർസ് മണി, time and information. Then attitudes of management. Planning requires tremendous amount of paperwork and time. Most managers would not like to undergo such a painful process and prefer to become doers rather than thinkers. Planning എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേപ്പർ വർക്കും ടൈമും എടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ മാനേജേഴ്സിനെ സംബന്ധിച്ച് ഈ എന്താ പറയാ ഈ ടൈം എടുക്കുന്ന ഒരുപാട് പേപ്പർ വർക്കുള്ള ഈ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് തിങ്കേഴ്സ് ആവാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് മിക്കവാറും കേസിൽ ഡൂവേഴ്സ്, അത് ചെയ്യുന്ന ആൾക്കാരാവാനായിരിക്കും താല്പര്യം. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് പ്ലാനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ ആണ്. ദെൻ ഫോൾട്ടി ഡിസൈൻ ഓഫ് പ്ലാനിങ് സിസ്റ്റം. പ്ലാനിങ് സിസ്റ്റത്തിന്റെ ഫോൾട്ടി ഡിസൈൻ, അതും പ്ലാനിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലാക്ക് ഓഫ് റിവാർഡ്. ലാക്ക് ഓഫ് റിവാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ് സിസ്റ്റം മെ നോട്ട് ഹാവ് റിവാർഡ് മെക്കാനിസം. സാധാരണ പ്ലാനിങ്ങിന് നമ്മളൊരു റിവാർഡ് സിസ്റ്റം അപ്ലൈ ചെയ്യാറില്ല സാധാരണഗതിയിൽ. പ്ലാനിങ് സിസ്റ്റം മെ നോട്ട് ഹാവ് റിവാർഡ് സിസ്റ്റം ആൻഡ് ആസ് മച്ച് മാനേജേഴ്സ് ടെൻഡ് ടു അഡ്രസ് ദെയർ അറ്റൻഷൻ ടു ഷോർട്ട് ടേം റിസൾട്ട്സ് ഓഫ് ദ പെർഫോമൻസ് വിച്ച് ക്യാരി റിവാർഡ്. റിവാർഡ് കിട്ടുന്ന ഷോർട്ട് ടേം റിസൾട്ട്സിനാണ് സാധാരണഗതിയിൽ മാനേജേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ലോങ് റണ്ണിലുള്ള എന്താ പറയാ പെർഫോമൻസിന് അവര് കാര്യമായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. Then lack of participation. When planning is imposed from the authorities, it may lead to resentment and resistance among those who are forced to execute it. അതായത് സാധാരണഗതിയിൽ പ്ലാൻ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ലോവർ ലെവലും മിഡിൽ ലെവലും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു സെക്ഷൻ ആൾക്കാര് അത് പ്ലാൻ ചെയ്യുന്നു, മറ്റൊരു സെക്ഷൻ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എന്താ പറയാ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ്, നീരസം, അല്ലെങ്കിൽ അവര് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ. ദെൻ ലാക്ക് ഓഫ് സ്പെസിഫിക് ആക്ടിവിറ്റീസ്. പ്ലാനിങ് കനോട്ട് ബി എഫക്റ്റീവ് അൺലെസ് ദ ഗോൾസ് ആർ സ്പെസിഫിക് ആൻഡ് ക്ലിയർ. പ്ലാനിങ് എഫക്റ്റീവ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഗോൾസ് സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലിയറും ആയിരിക്കണം. എന്നാൽ മാത്രമേ പ്ലാനിങ് എഫക്റ്റീവ് ആവത്തുള്ളൂ. ദെൻ കോമ്പിറ്റൻസ് ഓഫ് ദ പ്ലാനർ. പ്ലാനറിന്റെ എഫിഷ്യൻസി, ആ പ്ലാൻ ചെയ്യുന്ന വ്യക്തിയുടെ എഫിഷ്യൻസിയും പ്ലാനിങ്ങിനെ കാര്യമായ രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. എ പ്ലാനർ മസ്റ്റ് പൊസസ് നോട്ട് ഓൺലി സ്കിൽ ബട്ട് ഇന്റലിജൻസ് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് വിഷൻ, ആൻഡ് ഫോർ ലോങ് റേഞ്ച് മാസ്റ്റർ പ്ലാനിങ് മസ്റ്റ് ഹാവ് ദി എബിലിറ്റി ടു ഫോർകാസ്റ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് നല്ല സ്കില്ലുള്ള വ്യക്തിയായിരിക്കണം, വിഷൻ ഉള്ള വ്യക്തിയായിരിക്കണം, മാസ്റ്റർ പ്ലാനിങ്ങിന് കേപ്പബിൾ ആയ വ്യക്തിയായിരിക്കണം. ദെൻ പ്ലാനിങ് പ്രിവെന്റ്സ് ഇന്നോവേഷൻ. പ്ലാനിങ് ഡിമാൻഡ്സ് ടോട്ടൽ കമ്മിറ്റ്മെന്റ് ടു written policies, procedures, rules, etc. It restricts a manager unnecessarily to defined areas. അതായത് പ്ലാനിങ്, നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ റിട്ടേൺ പോളിസീസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും, അവരുടെ പ്രൊസീജിയർ എന്താണോ, റൂൾസ് എന്താണോ, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും അവര് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ കാര്യമായ ഇന്നോവേഷൻസ് ഒരു പക്ഷേ മാനേജ്മെന്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ ലാക്ക് ഓഫ് ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് ഫോർ മാനേജേഴ്സ്. സാധാരണഗതിയിൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് മാനേജേഴ്സിന് ഒരു പ്രത്യേക ട്രെയിനിങ്ങോ ഓറിയന്റേഷൻ പ്രോഗ്രാംസോ ഒന്നും സാധാരണഗതിയിൽ ഓർഗനൈസേഷൻ കൊടുക്കാറില്ല. അതുപോലെ തന്നെ പ്ലാനിങ് അത് ചില കേസിൽ മാനേജ്മെന്റ് പുട്ട് ഓഫ് ചെയ്യാൻ, ദാറ്റ് മീൻസ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ നീട്ടിവെക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. For most of the managers, planning is easy to put off
as it is not at all exciting or action oriented. Then uncertainty. Planning has to reckon with numerous uncertainties in the environment. നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത കാര്യമാണ്. അപ്പൊ അത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസർട്ടൈൻ ആണ്. അപ്പൊ പ്ലാനിങ് അൺസർട്ടനിറ്റിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രീ റിക്വിസിറ്റ്സ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ പ്രീ റിക്വിസിറ്റ്സ്, എഫക്റ്റീവ് പ്ലാനിങ്ങിന്റെ പ്രീ റിക്വിസിറ്റ്സ് എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, നമ്മൾ പ്ലാൻസ് ഉണ്ടാക്കുമ്പോൾ മേക്ക് പ്ലാൻസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പ്ലാൻ സിമ്പിൾ ആയിരിക്കണം, മനസ്സിലാക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. ബി സെലക്റ്റീവ് ഇൻ പ്ലാനിങ്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വളരെയധികം സെലക്റ്റീവായ രീതിയിൽ പ്ലാൻ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ഏരിയ കവർ ചെയ്യാതെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. പ്ലാൻ ഷുഡ് ബി ഗിയർഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദോസ് ഹു ഇംപ്ലിമെന്റ് ഇറ്റ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ടോപ്പ് മാനേജ്മെന്റ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരുടെ കൂടി നീഡ്, ആവശ്യം കൂടി പരിഗണിച്ച് വേണം നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, അതിനെ പ്രതിരോധിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എ പ്ലാൻ ഷുഡ് ബി തെറോ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ഒമിറ്റ് എനി ഫംഗ്ഷൻ ഓർ സബ് ഫംഗ്ഷൻ ആൻഡ് ഷുഡ് നോട്ട് ഓവർലുക്ക് എനി നെസസറി ഡീറ്റെയിൽസ്. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് അത് തെറോ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനെ ഓർഗനൈസേഷന്റെ ഒരു ഫംഗ്ഷനെയും അത് ഒമിറ്റ് ചെയ്യാൻ പാടില്ല. മീൻസ് അത് കൺസിഡർ ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ ഫംഗ്ഷനെയും കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസിൽ ഓവർലുക്ക് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ദെൻ അക്കോർഡിംഗ് ടു ഗാരി ഡെസ്ലർ, ടു പ്ലാൻ എഫക്റ്റീവ്ലി ദ മാനേജേഴ്സ് ഷുഡ് കൺസിഡർ ദി ഫോളോയിങ് പോയിന്റ്സ്. നമ്മൾ എഫക്റ്റീവ് പ്ലാനിങ്സിന് താഴെ പറയുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ദെൻ ഫസ്റ്റ് വൺ ഈസ് develop accurate forecast. Forecasting can be made accurate by educating the forecasting users in the art of relating the forecasting techniques to practical. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. Develop accurate forecast. Forecasting can be made accurately by educating the forecasting users in the art of relating the forecasting technique to practical problems and also encouraging the people who are interested with the forecasting job to look into the informational needs of the manager. That means നമ്മൾ എന്താണ്, ഒരു പ്ലാൻ എഫക്റ്റീവ് ആയിട്ട് പോകണമെങ്കിൽ നമ്മുടെ ഫോർകാസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മള് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് പ്രോപ്പർലി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോർകാസ്റ്റ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ഫോർകാസ്റ്റ് ആക്യുറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ് പരാജയമായിരിക്കും, ഫെയിലിയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോർകാസ്റ്റ് നമ്മൾ മാക്സിമം 100% പറ്റിയില്ലെങ്കിലും നമ്മൾ മാക്സിമം ആക്യുറേറ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് പ്രോപ്പർലി യൂസ് ചെയ്യണം. Then second point is gain acceptance for the plan. It is necessary to secure the acceptance and commitment from them. അതായത് ആരാണോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ acceptance നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. This can be done by soliciting the subordinates participation in the planning process itself. അപ്പൊ നമ്മൾ അവരുടെ എന്താ പറയാ acceptance നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ പ്ലാനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്ലാനിങ് പ്രോസസ്സിൽ സബോർഡിനേറ്റ്സിന്റെ പാർട്ടിസിപ്പേഷൻ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അവരുടെ ആക്സെപ്റ്റൻസ് ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. Then plan must be a sound one. Plan must be a sound one. Sound ആയ മീൻസ് ഒരു പ്രോപ്പർ ആയ പ്ലാനിങ്സ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. To increase the efficiency of plans, managers are advised to follow an open system approach where they recognize and pay concentration to the complex environment in which their organization is functioning, apart from judging pros and cons of a plan. അതായത് പ്ലാനിങ് എപ്പോഴും സൗണ്ട് വൺ ആയിരിക്കണം. Then develop an effective planning organization. നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനെ എഫക്റ്റീവ് പ്ലാനിങ് ഓർഗനൈസേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എഫക്റ്റീവ് പ്ലാനിങ് ഓർഗനൈസേഷൻ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. That is, planning involves answers to several questions. The solution for these questions requires a blueprint for planning and a planning organization as such. Then next point ആണ് be objective. Objective ആയിരിക്കുക means വസ്തുനിഷ്ഠമായിരിക്കണം.
To plan effectively, the managers must be objective. അവര് objective ആയിരിക്കണം. That is, വസ്തുനിഷ്ഠമായിരിക്കണം. Then measures firm's market value. One of the primary responsibilities of a manager is to measure the total market and see that the organization's share in the market is as large as possible. For this, the manager should estimate the firm's share in the market. നമ്മളൊരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? മാർക്കറ്റ് വാല്യൂ, ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിരിക്കണം. ഇൻഡസ്ട്രിയുടെ വാല്യൂ മെഷർ ചെയ്യണം, ഒപ്പം തന്നെ നമ്മുടെ ഫേമിന്റെ മാത്രം മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യണം. അതിന്റെ ബേസിൽ വേണം നമ്മൾ പ്ലാനിങ്സ് ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് വൺ, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ക്രൈറ്റീരിയ ഫോർ അബൻഡനിങ് ദ പ്രോജക്ട്. അതായത് നമ്മുടെ പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്നതിന് വേണ്ട, അബൻഡനിങ് മീൻസ് ഉപേക്ഷിക്കുന്നതിന് വേണ്ട ക്രൈറ്റീരിയ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്തിരിക്കണം. എന്ത് സാഹചര്യം വന്നാലാണ് നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ ഉപേക്ഷിക്കാൻ സാധ്യത, അത് ആ ക്രൈറ്റീരിയ എന്താണോ അത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കണം. എ പ്ലാൻ ഷുഡ് ഓൾവേസ് ഇൻക്ലൂഡ് എ സ്പെസിഫിക്കേഷൻ എഗ്രീഡ് ഓൺ ഇൻ അഡ്വാൻസ് ഫോർ അബൻഡനിങ് ദ പ്ലാൻ. പ്ലാൻ അബൻഡൻ ചെയ്യാൻ മീൻസ് ഉപേക്ഷിക്കാനുള്ള ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കണം. സെറ്റിംഗ് അപ്പ് എ മോണിറ്ററിംഗ് സിസ്റ്റം. Plans should preferably be subjective to regular appraisal and review. നമ്മുടെ ഓർഗനൈസേഷന്റെ പ്ലാനിങ്സ് നമ്മൾ റെഗുലർലി അപ്രൈസൽ നടത്തണം, അത് ചെക്കിംഗ് നടത്തണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, റിവ്യൂ ചെയ്യണം. Every plan should be refined and restructured on the basis of accurate and timely information. അങ്ങനെ നമ്മൾ റിവ്യൂ ചെയ്ത് അപ്രൈസൽ നടത്തി എന്തെങ്കിലും അതിന് ചേഞ്ചസ് വരുത്തണമെങ്കിൽ, നമ്മൾ അതിന്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ ആ ചേഞ്ചസ് വരുത്തി അതിന് റീസ്ട്രക്ചർ ചെയ്യണം. ദാറ്റ് ഈസ് സെറ്റപ്പ് എ മോണിറ്ററിംഗ് സിസ്റ്റം. ദെൻ റിവൈസ് ദ ലോങ് ടേം പ്ലാൻസ് എവ്രി ഇയർ. എല്ലാ വർഷവും നമ്മുടെ ലോങ് ടേം പ്ലാൻസ് നമ്മൾ റിവൈസ് ചെയ്യുക. ഒരു ലോങ് ടേം പ്ലാൻ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ അതൊരിക്കലും നമുക്ക് ഒരുപക്ഷെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നിരിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ലോങ് ടേം പ്ലാൻസ് ആണെങ്കിൽ എല്ലാ വർഷവും അത് നമ്മൾ റിവൈസ് ചെയ്ത് വേണം നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട്. മാനേജ്മെന്റ് ഷുഡ് റിവ്യൂ ലോങ് ടേം പ്ലാൻസ് ആനുവലി. ബൈ റിവ്യൂയിങ് ദ പ്രോഗ്രസ് മെയ്ഡ് ഓൺ ദ പ്ലാൻ, ദ റീസൺസ് ഫോർ അണ്ടർ പെർഫോമൻസ് ഓർ ഓവർ പെർഫോമൻസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. അതായത് നമ്മളിങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർ പെർഫോമൻസ് ആണോ ഓവർ പെർഫോമൻസ് ആണോ എന്നുള്ള കാര്യം അതിന്റെ റീസൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് കറക്റ്റീവ് മെഷേഴ്സും എടുക്കാൻ സാധിക്കും. ഫിറ്റ് ദ പ്ലാൻ ടു ദി സിറ്റുവേഷൻ അനുസരിച്ച് പ്ലാനിനെ സെറ്റ് ചെയ്യുക. ദീസ് ഡേയ്സ് പ്ലാനിങ് ഹാസ് ബിക്കം സിറ്റുവേഷണൽ. പ്ലാനിങ് എപ്പോഴും സിറ്റുവേഷന് അനുയോജ്യമായിരിക്കണം. എ ചേഞ്ച് ഇൻ എനി പാർട്ട് ഓഫ് ദി എൻവയോൺമെന്റ് മസ്റ്റ് ബി സെൻസ്ഡ് and appropriate strategy must be determined to cope up with the change. അപ്പൊ സിറ്റുവേഷൻ എന്താണോ അതിന് ഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്. അതായത് ഫസ്റ്റ് പ്ലാനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്തെല്ലാം? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അനാലിസിസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് എന്താണോ, നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്താണോ, ഇന്റേണൽ എൻവയോൺമെന്റ് എന്താണോ അത് നമ്മൾ first analyze ചെയ്യണം. That is analysis of opportunities. Planning start with analysis of opportunities in the external environment as well as within the organization. That is external environment ഉം internal environment ഉം നമ്മൾ അനലൈസ് ചെയ്ത് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷിംഗ് ദ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യണം. Next step in planning process involves establishing objectives for the whole organization and for the different department. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓർഗനൈസേഷൻ ആസ് എ ഹോൾ നമ്മൾ രണ്ട് ടൈപ്പിൽ നമ്മൾ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യണം. Then determining the planning premises. Planning premises means ഓർഗനൈസേഷൻ ഏത് എൻവയോൺമെന്റിലാണോ നമ്മൾ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആ എൻവയോൺമെന്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. That means planning premises refers to the environment in which plans are to be implemented. The task of determining premises should only be continued to those aspects that are critical to the plans. Then identifying the alternatives. നമ്മൾ നമ്മുടെ പ്ലാനിങ്ങിന് അനുസരിച്ചിട്ടുള്ള ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Different feasible alternatives need
to be identified in order to achieve a particular objective. Particular objective achieve ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, അതായത് എല്ലാ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. Alternatives need to be evaluated in the light of goals. ഗോൾസുമായി മാച്ച് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഗോൾസ് എന്താണ്, ഗോൾസിനെ ബേസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എല്ലാ ഓൾട്ടർനേറ്റീവ്സും ഇവാലുവേറ്റ് ചെയ്യാൻ. Then selection of the best alternative. നമ്മൾ എല്ലാ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അതിൽ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ട ആവശ്യമായ ഏറ്റവും കേപ്പബിൾ ആയ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇറ്റ് മീൻസ് selection of the most appropriate course of action from the alternatives. Then the next step is implementing the plan. Implementing means putting the plan into action. നമ്മൾ എന്താണോ സെലക്ട് ചെയ്തേക്കുന്ന ഓൾട്ടർനേറ്റീവ് അത് നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇംപ്ലിമെന്റേഷൻ മീൻസ് പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. Then last step, reviewing the plans. That is, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ നമ്മൾ റിവ്യൂ ചെയ്ത് അതിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. Reviewing the plan helps the managers to evaluate the effectiveness of the plan. പ്ലാനിങ്ങിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്രോച്ചസ് തുടങ്ങി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.